സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർക്കഥയായതോടെ കർശന നടപടിയുമായി സർക്കാർ. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. 24-ന്റെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 24-ന്റെ സീറോ ആക്സിഡന്റ് കേരള ക്യാമ്പയിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് റോഡപകടങ്ങളും അതിനെ തുടർന്നുണ്ടായ മരണങ്ങളും വർദ്ധിച്ചതോടെയാണ് സർക്കാർ ഇടപെടൽ. നിരത്തുകളിൽ ജീവൻ പൊലിയുന്നത് തടയാൻ വിവിധ പദ്ധതികൾക്ക് ഗതാഗത വകുപ്പ് തുടക്കമിട്ടു. ഇന്നു മുതൽ പോലീസിനൊപ്പം ചേർന്ന് 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന സംയുക്ത പരിശോധന നടത്തും. അപകടങ്ങളിൽ പലതും അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മന്ത്രി. പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഇന്നൊരു ഓപ്പറേഷൻ ആരംഭിക്കുകയാണ്. അതിൽ മൊബൈൽ ഫോൺ സംസാരിച്ച് യാത്ര ചെയ്യുക, മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കുന്നതായിരിക്കും. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് NOC നിർബന്ധമാക്കും. അപകടത്തിൻ്റെ കാരണക്കാരൻ ഡ്രൈവറാണ് എന്ന് കണ്ടാൽ ബസ്സിൻ്റെ പെർമിറ്റ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. ആ അപകടത്തിലൂടെ ഒരു മരണമോ അതിലധികം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്ക് പെർമിറ്റും റദ്ദാക്കും. അത് തീരുമാനിച്ചാൽ അതിൽ മാറ്റമില്ല. അവർക്ക് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. എല്ലാ ഉടമകളോടും പറഞ്ഞിരിക്കുന്നു, പോലീസ് വെരിഫിക്കേഷൻ, എൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ, ക്ലീനർ, അവരെ പോലീസ് വെരിഫിക്കേഷൻ വാങ്ങി മാത്രമേ ഇനി ജോലിക്ക് വയ്ക്കാൻ സമ്മതിക്കൂ. KSRTC സ്വിഫ്റ്റ് ബസ്സുകളാണ് കൂടുതൽ അപകടമുണ്ടാക്കുന്നതെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകും. സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെയുള്ള റോഡ് നിർമ്മാണവും പ്രതിസന്ധിയാണെന്ന് മന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം.